അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് ഇനി ഇബ്ലീസിൻ്റെ കഥ പറയാം. ആരാണ് ഇബ്ലീസ്? പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശാപം അവൻ്റെ മേലുണ്ടാകട്ടെ എന്ന്. അയാൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അഹങ്കാരിയായിരുന്നു. അഹങ്കാരികളെ പറ്റി അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിൻ്റെ ശാപം അഹങ്കാരികളുടെ മേലുണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അഹങ്കാരിയായിട്ട് ജീവിക്കുമ്പോൾ നമ്മളങ്ങനെ ലൈനത്ത് പറഞ്ഞാൽ അത് നമുക്ക് തിരിച്ചു കുത്തൂലേ? അതുപോലെ നുണ പറയുന്നവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടിട്ട് നമ്മൾ നുണ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേലിലേക്കാണ് അത് തിരിച്ചു വരിക. എന്തായാലും ഇബ്ലീസ് ആരാണ് എന്നും എന്തുകൊണ്ട് ശപിക്കപ്പെട്ടു എന്നും എന്തുകൊണ്ടാണ് അവനും മനുഷ്യനും തമ്മിലുള്ള ശത്രുത ഉണ്ടായത് എന്നുമാണ് ഇവിടെ പറയാൻ പോകുന്നത്. മനുഷ്യനെ സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നതിന് രാപ്പകലില്ലാതെ പരിശ്രമിക്കുന്ന എന്തോ ഒന്ന് അവനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് ഏറെക്കുറെ എല്ലാ കാലങ്ങളിലും എല്ലാ മതസ്ഥരും വിശ്വസിച്ച് പോന്നിട്ടുണ്ട്. ചിലർ നാരദൻ എന്ന് പറയും, ചിലർ ചാത്തൻ എന്ന് പറയും, ചിലർ ശൈത്താൻ എന്ന് പറയും. ഇങ്ങനെ ഓരോ മതവിശ്വാസികൾ ഓരോ പേരിലാണ് ഈ ശക്തിയെ പറയുന്നത്. ആ ശക്തിക്ക് അല്ലെങ്കിൽ വ്യക്തിക്ക് പേര് നൽകിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. സാത്താൻ എന്ന്, ശൈത്താൻ എന്ന്, അങ്ങനെ പല പേരുകളും. പരിശുദ്ധ ഖുർആനിൽ പാമരന്മാർക്കും പണ്ഡിതന്മാർക്കും മനസ്സിലാക്കാവുന്ന നിലയിലാണ് അവതരിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ ഇവന് പേര് വെച്ചിരിക്കുന്നത് ഇബ്ലീസ് എന്നാണ്. മനുഷ്യപിതാവായ ആദം അലൈഹി ഇസ്ലാമിനെ പറ്റി പറയുന്ന കൂട്ടത്തിൽ തന്നെ ഇബ്ലീസിനെ സംബന്ധിച്ചും ഖുർആൻ നമുക്ക് വിവരണം നൽകിയിരിക്കുന്നു. ഇബ്ലീസിനെ പറ്റിയുള്ള അനേകം അത്ഭുത കഥകൾ ഇസ്ലാമിലും പ്രചരിച്ചിട്ടുണ്ട്. പക്ഷേ അവയിൽ പലതും പ്രാചീന ജനസമുദായങ്ങളിൽ പ്രചരിച്ചിരുന്നവയാണ്. പരിശുദ്ധ ഖുർആനിലെ നബി തിരുമേനിയുടെ വചനങ്ങളിലുമായി വന്നിട്ടുള്ള കഥകളും സംഗതികളും മാത്രമേ നമുക്ക് നിർബന്ധമായും മനസ്സിലാക്കേണ്ടവയും വിശ്വസിക്കേണ്ടവയുമാണത്. അല്ലാത്തവയെ കിസ്സകൾ എന്ന നിലക്കാണ് സ്വീകരിച്ചു പോരുന്നത്. റൂഹ്, മലക്ക്, ജിന്ന് എന്നീ വിഷയങ്ങളെപ്പോലെ ഇബ്ലീസും അദൃശ്യനായിട്ടാണ് ഇരിക്കുന്നത്. അദൃശ്യ ശക്തികളെയും വ്യക്തികളെയും പറ്റി ഖുർആനും ഹദീസും വിവരിച്ചു തന്നത് അപ്പടി സ്വീകരിക്കുവാനല്ലാതെ യാഥാർത്ഥ്യം ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയുന്നതല്ല. ഇബ്ലീസിനെ പറ്റി മുസ്ലിം പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ള സംഗതികളുടെ സംഗ്രഹം ഇങ്ങനെയാണ്. ഇബ്ലീസിൻ്റെ യഥാർത്ഥ പേര് അസാസീൽ എന്നായിരുന്നു. ഈ പദം സുരിയാനി ഭാഷയിൽപ്പെട്ടതാണ്. അറബ് ഭാഷയിൽ ഫാരിസ് എന്ന് പേരുണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ഇബ്ലീസിന് അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാകുന്നതിന് മുമ്പ് അവൻ വലിയ ഭക്തനും സൽഗുണ സമ്പന്നനുമായിരുന്നു. ഒന്നാം ആകാശത്ത് ആബിദ് എന്നും, രണ്ടാം ആകാശത്ത് റാക്കി എന്നും, മൂന്നാമത്തെ ആകാശത്തിൽ സാജിദ് എന്നും, നാലാമത്തെ ആകാശത്തിൽ ഹാഷി എന്നും, അഞ്ചാമത്തെ ആകാശത്തിൽ കാനിത്ത് എന്നും, ആറാമത്തെ ആകാശത്തിൽ മുജിത്തഹിദ് എന്നും,
ഏഴാമത്തെ ആകാശത്തിൽ സാഹിദി എന്നും അവന് ബഹുമതി ലഭിച്ചിരുന്നു. ഇമാം ഹസൻ ബസരി റളിയല്ലാഹു അൻഹു ഇബ്ലീസ് ജിന്നുകളിൽപ്പെട്ടവനാണെന്ന് അഭിപ്രായപ്പെടുന്നു. മുൻഗാമികളുടെ ഒരു പ്രധാന ഖുർആൻ വ്യാഖ്യാതാവായ ഖത്താദത്തും ഈ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അവൻ ജിന്നുകളിൽപ്പെട്ടവനായിരുന്നു, എന്നെ നീ അഗ്നിയിൽ നിന്നാണല്ലോ പടച്ചത് എന്നീ ഖുർആൻ വാക്യങ്ങളെ അവർ സാധൂകരിക്കുന്നു, ലക്ഷ്യമാക്കുന്നു. മഹാന്മാരായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ്, ഇമാം അലി റളിയല്ലാഹു അൻഹു എന്നിവർ ഇബ്ലീസ് മലക്കുകളിൽപ്പെട്ടവനാണെന്ന് പ്രസ്താവിച്ചതായ നിവേദനങ്ങളുണ്ട്. ഇവരുടെ അഭിപ്രായത്തോട് പിൽക്കാലക്കാരായ ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഭൂരിപക്ഷം യോജിച്ചിട്ടുമുണ്ട്. ഇബ്ലീസ് ഒഴികെയുള്ള മലക്കുകൾ എന്ന ഖുർആൻ വാക്യത്തിൽ നിന്ന് തന്നെ ഇത് സ്പഷ്ടമാണെന്ന് അവർ കണ്ടുപിടിച്ചിരിക്കുന്നു. എന്നാൽ മലക്കുകളുടെയും ജിന്നുകളുടെയും ഇബ്ലീസിൻ്റെയും ആകൃതിയും പ്രകൃതിയും നമുക്കറിയാൻ കഴിയാത്ത സ്ഥിതിക്ക് ഇവരെ വർഗീയമായി വേർതിരിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ടാണ് ഇവരെല്ലാം ഒരേ ഇനത്തിൽപ്പെട്ടവരാണെന്നും സ്വഭാവമാറ്റം അനുസരിച്ച് വേറെ വേറെ പേരുകൾ പറയുകയാണെന്നും പറയുന്നത്. ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാതിരുന്നതോ അതല്ല ആദമിനോട് അസൂയ പ്രകടിപ്പിച്ചതോ ഇബ്ലീസിൻ്റെ ശാപത്തിന് ഹേതുവായത് എന്ന കാര്യത്തിലും പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഈ രണ്ട് കാരണങ്ങളും അവിശ്വാസിയാക്കി തള്ളുന്നതിന് മതിയായതല്ല. അഗ്നി കൊണ്ട് പടക്കപ്പെട്ട തന്നോട് മണ്ണിൽ നിന്ന് പടക്കപ്പെട്ട ആദമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ച വഴിക്ക് സൃഷ്ടികർത്താവ് തന്നോട് അനീതി ചെയ്തു പോയിരിക്കുന്നു എന്ന് ഇബ്ലീസ് വാദിച്ചതാണ് അവൻ്റെ അവിശ്വാസത്തിനും അവൻ അള്ളാഹുവിനാൽ ബഹിഷ്കൃതനാകുന്നതിനും ഇടയാക്കിയ യഥാർത്ഥ കാരണമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അള്ളാഹു അനീതി ചെയ്തു എന്ന് പറയുന്നവൻ അവിശ്വാസിയാണെന്ന് പണ്ഡിതന്മാർ ഐക്യകണ്ഠേന അഭിപ്രായമുണ്ട്. കാസിൻ എന്ന ഖുർആൻ വ്യാഖ്യാനത്തിൽ അവിശ്വാസികളെ താഴെ പറയും പ്രകാരം 4 തരക്കാരാക്കി ഭാഗിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് ഫിറോനെയും ഹാമാനെയും പോലെ അഹംഭാവം കൊണ്ടും ഔദ്യത്യം കൊണ്ടും അവിശ്വാസികളായവർ. രണ്ടാമത്തെ മനസ്സിൽ സത്യമാണെന്ന് ബോധം വന്നിട്ട് നാവുകൊണ്ട് അത് തുറന്ന് സമ്മതിക്കാൻ കൂട്ടാക്കാത്തവർ. മൂന്നാമത്തേത് വാക്കിലും വിചാരത്തിലും സത്യമാണെന്ന് സമ്മതിക്കുന്നു, അതോടൊപ്പം അതിന് വിപരീതമായി പ്രവർത്തിക്കുന്നവർ. നാലാമത്തേത് സത്യത്തെ നാവുകൊണ്ട് സമ്മതിക്കുകയും ഹൃദയം കൊണ്ട് നിഷേധിക്കുകയും ചെയ്യുന്നവർ. ഈ 4 തരക്കാരിൽ ആരിലാണ് ഇബ്ലീസ് ഉൾപ്പെടുന്നതെന്ന കാര്യത്തിലും മതപണ്ഡിതന്മാർക്ക് ഏകീകൃത അഭിപ്രായമില്ല. അവൻ കൽപ്പന കൂട്ടാക്കാതിരുന്നുവെന്നും അങ്ങനെ അവിശ്വാസിയായി പോയിരിക്കുന്നുവെന്നും പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുള്ള സ്ഥിതിക്ക് അവൻ്റെ അഹംഭാവവും ഔദ്യത്യവും തന്നെയാണ് ശാപകാരണമെന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇമാം സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുന്നു: കണ്ണിന് നോട്ടത്തിലും ഭൂമിക്ക് മഴയിലും സ്ത്രീക്ക് പുരുഷനിലും ശൈത്താന് ചതിയിലും അവിശ്വാസിക്ക് അവിശ്വാസത്തിലും സത്യവിശ്വാസിക്ക് സത്യവിശ്വാസത്തിലും സ്വർഗത്തിന് മതവിശ്വാസികളിലും നരകത്തിന് മതനിഷേധക്കാരിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശുപാർശയിലും ലോകത്തിന് ദിവ്യസത്തയുടെ അടയാളത്തിലും അലംഭാവമുണ്ടാകാൻ വിഷമമുണ്ട്. ചതിപ്രയോഗം കൊണ്ട് മനുഷ്യനെ വഞ്ചിക്കുന്നതിൽ ഒരു മടുപ്പും വരാതിരിക്കുന്നവനാണ് ഇബ്ലീസ്. എന്നാൽ പിന്നെ ഈ പിശാചിനെ എന്തിനാണ് വരവും കൊടുത്ത് അള്ളാഹു മനുഷ്യൻ്റെ നേർക്ക് നിയോഗിച്ചതെന്ന ചോദ്യം ഇവിടെ ഉണ്ടാകാവുന്നതാണ്. അതിന് മഹാന്മാരായ സൂഫികൾ പറയുന്ന മറുപടി പ്രത്യേകം ശ്രദ്ധാർഹമാണ്. അള്ളാഹുവിനെ ആരാധിക്കുന്നവർക്ക് അവനുമായുള്ള ബന്ധത്തെ ദൃഢമാക്കുന്നതിന് ഇങ്ങനെയൊരു ശത്രു ആവശ്യമാണെന്നവർ സമർത്ഥിക്കുന്നു. സുപ്രസിദ്ധമായ ഒരു പ്രണയ കഥയാണ് ലൈല മജ്നൂൻ. കാമുകനായ മജ്നൂൻ കാമുകിയായ ലൈലയുടെ പടിക്കൽ പ്രേമപ്രകടനാർത്ഥം ചെല്ലുമ്പോൾ ലൈല തൻ്റെ പട്ടിയെ കാമുകൻ്റെ നേർക്ക് അയച്ചു വിടുന്നു. കാമുകൻ പട്ടിയുടെ കടിയേറ്റ് തിരിച്ചു പോകുമ്പോൾ ലൈല പ്രേമാശ്രുക്കൾ പൊയ്ച്ചുകൊണ്ട് മജ്നൂവിനെ തിരിഞ്ഞു നടക്കുകയാണ്. ഇത് പ്രകാരം അള്ളാഹു ഇബ്ലീസിനെ തൻ്റെ വത്സല ഭക്തന്മാരുടെ നേരെ അയക്കുന്നുണ്ടെങ്കിൽ കൂടി ആ ഭക്തന്മാരെ അവൻ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അവരുടെ വിശ്വാസ ദൃഢത എത്രത്തോളം ഉണ്ടെന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇബ്ലീസിനെ അള്ളാഹു സൃഷ്ടിച്ചതെന്ന് പ്രസിദ്ധ സൂഫി പണ്ഡിതന്മാർ പ്രസ്താവിക്കുന്നു. പുറത്തുനിന്ന് ചെല്ലുന്ന ശത്രുക്കളെ മനുഷ്യന് കാണാൻ കഴിയുന്നതിനാൽ അവനോട് നേരിടാൻ അവർക്ക് നിഷ്പ്രയാസം സാധിക്കുന്നു. ഇബ്ലീസ് അപ്രത്യക്ഷനായിരിക്കുന്നത് നിമിത്തം അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് മാത്രമേ അവനെ അകറ്റാൻ കഴിയുകയുള്ളൂ. മനുഷ്യന് സ്മരണയെ പുതുക്കിക്കൊണ്ടിരിക്കുന്നതിന് വേണ്ടി ഇബ്ലീസിനെ സൃഷ്ടിക്കേണ്ടി വന്നതാണെന്നും പണ്ഡിതന്മാരിൽ ചിലർക്ക് അഭിപ്രായമുണ്ട്. ഏത് നിലക്കും ഇബ്ലീസിൻ്റെ ചതിയിൽ നിന്ന് രക്ഷ പ്രാപിക്കേണ്ടതിന് മനുഷ്യൻ എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കണം. അവൻ്റെ ആപത്തിൽ നിന്ന് രക്ഷ തേടുന്നതിനുള്ള പ്രാർത്ഥന ഒരു സൽക്കർമ്മമായി അള്ളാഹു വിധിച്ചിട്ടുണ്ട്. അവൻ്റെ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും
അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.